കുറ്റവാളി ഗോവിന്ദസ്വാമിയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയാണ്. കനത്ത സുരക്ഷയോടെയാണ് കണ്ണൂരിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ജയിൽ ചാട്ടത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു പദ്ധതിയെന്ന് ഗോവിന്ദസ്വാമിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടത്തിൽ മുഖ്യമന്ത്രി വിളിച്ച അടിയന്തര യോഗം ഉടൻ തിരുവനന്തപുരത്ത് നടക്കും. ആഭ്യന്തര സെക്രട്ടറിയും പോലീസ് ജയിൽ വകുപ്പ് മേധാവിമാരും യോഗത്തിൽ പങ്കെടുക്കും. സുരക്ഷാ വീഴ്ചയിൽ ജയിൽ സൂപ്രണ്ടിനെതിരെ കടുത്ത നടപടിക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് VS അനു, കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ, തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം നിഖിലിലേക്ക് പോവുകയാണ്. നിഖിൽ, ഗോവിന്ദസ്വാമിയുടെ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഈ ജയിൽ ചാട്ടത്തിന് ആരൊക്കെ സഹായിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ സജ്ജീകരിച്ചു, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുള്ളത്? റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമായി എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? ലക്ഷ്മി പത്മ, ഗോവിന്ദസ്വാമിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ ഗോവിന്ദസ്വാമി ജയിൽ ചാടിയതിന് ശേഷം തമിഴ്നാട്ടിലേക്ക് പോകാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നത്. എന്നാൽ ഈ ജയിൽ ചാടിയതിന് ശേഷം ഇയാൾക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ട വഴി മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ വഴി തെറ്റിയത് കാരണം, മനസ്സിലാകാത്തത് കാരണം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇയാൾക്ക് ഉദ്ദേശിച്ചതുപോലെ എത്താനായില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ സഹതടവുകാരനോട് ജയിൽ ചാടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ തന്നെ ഗോവിന്ദസ്വാമി പറഞ്ഞിരുന്നു എന്നത് കാര്യവും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മറ്റൊന്ന്, ജയിൽ ചാട്ടത്തിന് 6 മാസം മാത്രമേ ശിക്ഷയുള്ളൂ എന്ന് സഹതടവുകാരൻ പറഞ്ഞതനുസരിച്ചാണ് ഈ ഗോവിന്ദസ്വാമി ഈ പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് എന്നുകൂടി പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ കമ്പി മുറിക്കാൻ ഉപയോഗിച്ച ആയുധവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ ആയുധം എവിടെ നിന്ന് ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നലെ മുഴുവൻ ചർച്ചയായിട്ടുണ്ടായിരുന്നത്. അതിലൊരു വ്യക്തത ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വരുത്തുന്നുണ്ട്. ഈ ജയിലിലെ തന്നെ അടുക്കളയിൽ നിന്ന് മോഷ്ടിച്ച അരം ഉപയോഗിച്ച് ഗോവിന്ദസ്വാമി തന്നെ നിർമ്മിച്ച ഒരു ഉപകരണം ഉപയോഗിച്ചാണ് ഏകദേശം 3 മാസത്തോളം സമയമെടുത്ത് ഈ കമ്പി മുറിച്ച് മാറ്റിയത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് ജയിൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്നതിന് വേണ്ടി നൂലുപയോഗിച്ച് കെട്ടിയാണ് ഈ ഗോവിന്ദസ്വാമി വച്ചിരുന്നത്. അതായത് ഒരു ദിവസം മുറിച്ച് മാറ്റുന്ന ഭാഗം, മുറിച്ച് വയ്ക്കുന്ന അത്രയും ഭാഗം ഒരിക്കലും ജയിൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല, ഈ നൂല് കൊണ്ട് കെട്ടിവയ്ക്കുന്നത് കാരണം. അത് ചോദിക്കുന്ന സമയത്ത് പല കാരണങ്ങളും പറഞ്ഞ്, ഈ സെല്ലിലേക്ക് എലി കയറുന്നത് തടയാനാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് ജയിൽ ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു ഗോവിന്ദസ്വാമി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ കൂടി ഇന്നലെ ഈ തെളിവെടുപ്പിനിടെ ഗോവിന്ദസ്വാമി പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊന്നാമത്തെ കാര്യം, ഏകദേശം 1:16 ഈ സെല്ലിൽ നിന്ന് ഗോവിന്ദസ്വാമി പുറത്തേക്ക് കിടക്കുന്നത്. അതിനുശേഷം 4:50 വരെ ഗോവിന്ദസ്വാമി ഈ ജയിൽ കോമ്പൗണ്ടിനകത്ത് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അതിന് പ്രധാന കാരണം, ഏത് വശത്തേക്ക് പോകണമെന്ന കാര്യത്തിൽ ഗോവിന്ദസ്വാമിക്ക് ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല ഈ മതിലിനകത്ത് നിന്നുകൊണ്ട്. പിന്നീടാണ് ഈ ജയിലിനോട് തൊട്ട് ചേർന്നുള്ള ദേശീയപാതയിലൂടെ വാഹനങ്ങൾ പോകുന്ന ശബ്ദം കേൾക്കുന്നത്. അങ്ങനെയാണ് ഈ ജയിൽ കോമ്പൗണ്ടിൽ ഏത് ഭാഗത്ത് പോയി ചാടണമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. 4:50 അങ്ങനെ നമ്മൾ ഇന്നലെ കണ്ട ആ പ്രദേശത്ത് നിന്ന് ഏകദേശം ദേശീയപാതയിൽ നിന്ന് ഒരു 30 മീറ്ററോളം മാത്രം മാറിയുള്ള ഭാഗത്ത് മതിൽ ചാടിക്കടന്ന് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. പള്ളിയിൽ നിന്നുള്ള ബാങ്ക് വിളി കേൾക്കുന്ന സമയത്താണ് പുറത്തേക്ക് ചാടിയത് എന്നുകൂടി ഗോവിന്ദസ്വാമി ഈ തെളിവെടുപ്പിനിടെ പറഞ്ഞിരുന്നു. എന്നാൽ ഈ പുറത്തേക്ക് ചാടിയതോടുകൂടി കൂടുതൽ കൺഫ്യൂഷനിലാവുകയായിരുന്നു ഗോവിന്ദസ്വാമി. കാരണം കയ്യിൽ പണമില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല, ഏത് ദിശയിലേക്ക് പോകണമെന്നറിയില്ല. അപ്പോൾ സ്വാഭാവികമായും ഒളിച്ചിരിക്കാനുള്ളൊരു ചിന്തയാണ് ആ സമയത്ത് വന്നത്. അങ്ങനെ ഒളിക്കാനുള്ളൊരു ഇടം തേടി നഗരത്തിൽ പലയിടങ്ങളിലായി ഗോവിന്ദസ്വാമി അലഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നടക്കുന്നതിനിടയിലാണ് 9:15 ഈ DCC ഓഫീസ് പരിസരത്ത് വെച്ച് വിനോജിൻ്റെ മുന്നിൽ പെടുന്നത്. തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. കിണറിൽ ഒളിച്ചു നിൽക്കുന്ന ഇടത്ത് നിന്നാണ് പിടികൂടിയത്. ഈ ഗോവിന്ദസ്വാമി ഏറ്റവും അവസാനം ഈ കിണറിൽ ഒളിച്ചതിൻ്റെ കാര്യം പോലും പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രിയാകുന്നത് വരെ ഈ കിണറിൽ ഒളിച്ചിരിക്കാനും അതിനുശേഷം അവിടെ നിന്ന് കയറി റെയിൽവേ സ്റ്റേഷൻ തപ്പി കണ്ടെത്തി അവിടേക്ക് പോകാനുമായിരുന്നു പദ്ധതി എന്നുകൂടിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇന്ന് രാവിലെ 7:20 ഗോവിന്ദസ്വാമിയെ കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ വിയൂരിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. വലിയ സുരക്ഷയിൽ തന്നെയാണ് കണ്ണൂരിൽ നിന്ന് ഗോവിന്ദസ്വാമിയെ റോഡ് മാർഗം കൊണ്ടുപോകുന്നത്. ജയിൽ ജീവനക്കാർക്കാണ് ഇന്നലെ സസ്പെൻഷൻ ലഭിക്കുന്ന സാഹചര്യമുണ്ടായത്. കൂടുതൽ പേർക്ക് നടപടി ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടോ? മറ്റെന്തെങ്കിലും സഹായം ഗോവിന്ദസ്വാമിക്ക് കിട്ടിയതായി എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ ഈ അന്വേഷണത്തിൽ? അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ അത്തരം കാര്യങ്ങൾ എന്താണ് നമുക്ക് ലഭിക്കുന്നത്?
നിലവിൽ ഈ പറയുന്നത് പോലെ സഹായം ലഭിച്ചിട്ടില്ല എന്ന ഈ ഗോവിന്ദചാമിയുടെ മൊഴിയാണ് പോലീസിന് മുന്നിലുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അത്തരം അന്വേഷണങ്ങളിലേക്ക് കടക്കും എന്നുകൂടി പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നടപടികൾ ഇന്നലെ ഈ പറഞ്ഞതുപോലെ നടപടി ഉണ്ടായത് 3 ഉദ്യോഗസ്ഥർക്കെതിരെയാണ്. ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ രജീഷ്, ഒപ്പം തന്നെ സഞ്ജയ് എസ് എന്നിവർക്കെതിരെയാണ് നടപടി വന്നത്. ഒപ്പം തന്നെ അഖിൽ, ഇങ്ങനെ 3 പേർക്കെതിരെയാണ് ഇന്നലെ നടപടി ഉണ്ടായിരുന്നത്. ഈ നടപടി സ്വീകരിച്ചതിന് പുറമെ വകുപ്പ് തലത്തിലുള്ള ചില നടപടികൾക്ക് കൂടി സാധ്യതയുണ്ട്. ജയിൽ സൂപ്രണ്ടിനെതിരെ കൂടി നടപടി ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഒരുപക്ഷെ ഇന്ന് ചേരുന്ന യോഗത്തിന് ശേഷമാണ് അക്കാര്യത്തിലൊരു തീരുമാനമൊക്കെ വരിക. ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിക്കുള്ള ശുപാർശ കൂടി ഉണ്ട് എന്ന കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കുള്ള സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം വലിയൊരു വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പല കാര്യങ്ങളിലാണ്, പല തലങ്ങളിലാണ് ഈ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, CCTV ക്യാമറകൾ കൃത്യമായി നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇയാൾ ജയിൽ ചാടി സെല്ലിലില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഈ CCTV ക്യാമറകൾ പിന്നീട് പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് പ്രാഥമികമായ കണ്ടെത്തൽ അനുസരിച്ച് രാത്രി 12 മണിക്ക് ശേഷം പതിവ് പരിശോധന ഈ സെല്ലുകളിൽ നടത്തിയിട്ടില്ല വ്യാഴാഴ്ച പുലർച്ചെ എന്നുകൂടി വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ 12 മണിക്ക് ശേഷം അവിടെ അങ്ങനെ ഒരു പരിശോധന ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഈ പറയുന്ന ജയിലിൻ്റെ ഏറ്റവും പുറമെ ഉള്ള ഈ ഇലക്ട്രിക് ഫെൻസിങ് സുരക്ഷയുടെ ഭാഗമായി സ്ഥാപിച്ചത്, അത് 6 മാസമായി അതിൽ വൈദ്യുതി പ്രവാഹം ഉണ്ടായിരുന്നില്ല. ഈ ജയിൽ ചാടുന്ന സമയത്ത് സെല്ലിൽ വെളിച്ചമുണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. മാത്രമല്ല, ഈ സെല്ലിനകത്ത് ഇത്തരം ഈ തുണികൾ ഉൾപ്പെടെ സംഭരിച്ചു വയ്ക്കുന്ന കാര്യം, കൃത്യമായി ഈ അഴികൾ മുറിച്ചു മാറ്റുന്ന കാര്യം, ഇതൊന്നും ജയിൽ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയത് ഗുരുതരമായ സുരക്ഷാ വീഴ്ച എന്ന് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ. അതുകൊണ്ട് സ്വാഭാവികമായും കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരും. ഇതിൽ സൂപ്രണ്ടിനെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. തീർച്ചയായും കൂടുതൽ ആളുകളിലേക്ക് നടപടി എത്തുവാനുള്ള സാധ്യതയാണുള്ളത്. ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. വിയൂരിലേക്കാണ് ഇനി മാറ്റുന്നത് ഗോവിന്ദചാമിയെ. നമുക്കൊപ്പം ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, വിയൂരിൽ ഏത് തരത്തിലുള്ള സുരക്ഷ ആണ് ഗോവിന്ദചാമിക്ക് ഒരുക്കുന്നത്? ആ ജയിലൊക്കെ ഏത് വിധത്തിലായിരിക്കും സജ്ജീകരിക്കുക? കാരണം ഇങ്ങനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അതീവ സുരക്ഷയുള്ള ഒരു ജയിൽ എന്ന് എല്ലാവരും കരുതപ്പെടുന്ന ഒരു ജയിലിൽ നിന്ന് ചാടിയ പ്രതിയാണ് കൊണ്ടുവരുന്നത് വിയൂരിലേക്ക്. അപ്പോൾ ഇനി ഗോവിന്ദചാമിയുടെ കാര്യത്തിൽ കൂടുതൽ കരുതൽ കാണും അധികൃതർക്ക് എന്ന കാര്യം ഉറപ്പാണ്. എന്തൊക്കെയാണ് അധികമായി ഏർപ്പെടുത്താൻ പോകുന്ന സുരക്ഷാ സംവിധാനങ്ങൾ? ഓക്കെ ലക്ഷ്മി, ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവത്തിന് പിന്നാലെ തന്നെ സംസ്ഥാനത്തുടനീളം അതീവ ജാഗ്രതയിലാണ് ജയിലുകൾ. പക്ഷേ മധ്യമേഖലയിലെ ജയിലുകൾ പ്രത്യേകമായി ഇന്നലെ തന്നെ സുരക്ഷാ അവലോകന യോഗം ചേർന്നിരുന്നു. മധ്യമേഖല ജയിലുകളുടെ ചുമതലയുള്ള നിലവിൽ വിയൂർ സെൻട്രൽ ജയിലിന്റെ സൂപ്രണ്ടായിട്ടുള്ള കെ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കോട്ടയം, എറണാകുളം, തൃശൂർ, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലെ അടക്കം ജയിലുകളുടെ സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി പ്രത്യേക യോഗം ചേർന്നു. സുരക്ഷാ ഓഡിറ്റിംഗ് റിപ്പോർട്ട് അടക്കം ഉടൻ തയ്യാറാക്കി നൽകണമെന്നുള്ള നിർദ്ദേശം സർക്കാർ ഇന്ന് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിന് മുന്നോടിയായി തന്നെ നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. പക്ഷേ സാധാരണ ജയിലുകളെ അപേക്ഷിച്ചുകൊണ്ട് നമുക്കറിയാം, തൃശ്ശൂർ വിയൂർ സെൻട്രൽ ജയിലിന് പരിസരത്ത് തന്നെ പ്രവർത്തിക്കുന്ന അതീവ സുരക്ഷാ ജയിൽ 2019 പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. 36 കോടി രൂപ ചെലവിട്ടായിരുന്നു അന്ന് സർക്കാർ നിർമ്മാണം പൂർത്തിയാക്കിയത്. അതീവ സുരക്ഷാ ജയിൽ സംസ്ഥാനത്തെയും രാജ്യത്തെയും കൊടും കുറ്റവാളികളെ പാർപ്പിക്കാൻ സജ്ജമായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയ ജയിലിലേക്കായിരിക്കും ഗോവിന്ദചാമിയെ ഇന്ന് മാറ്റുക. ഉച്ചയോടടുത്ത് 12 മണിയോടുകൂടി കണ്ണൂരിൽ നിന്നും കുറ്റവാളിയുമായി പോലീസ് വാഹനം ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനു മുൻപ് ഈ വിയൂർ അതീവ സുരക്ഷാ ജയിലിന്റെ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാം. 2019 ജൂലൈ 3 പ്രവർത്തനം ആരംഭിച്ചത്. 536 കൊടും കുറ്റവാളികളെ താമസിപ്പിക്കാൻ സൗകര്യങ്ങളുള്ള ജയിലാണ്. അതിൽ തന്നെ നിലവിൽ 125 കുറ്റവാളികൾ, സംസ്ഥാനത്തെ പ്രമാദമായ പല കേസുകളിലും പ്രതികളാക്കപ്പെട്ട് കുറ്റവാളികളാണെന്ന് കോടതി കണ്ടെത്തിയ കൊടും ക്രിമിനലുകളായിട്ടുള്ള ആളുകൾ 125 പേർ ഇപ്പോൾ ഈ ജയിലിൽ താമസിക്കുന്നുണ്ട്. മൊത്തം സെല്ലുകൾ 192 സെല്ലുകളാണ് വിയൂർ അതീവ സുരക്ഷാ ജയിലിലുള്ളത്. ഏകാന്ത സെല്ലുകൾ അതിൽ തന്നെ 60 എണ്ണമുണ്ട്. ഇത്തരത്തിലൊരു ഏകാന്ത സെല്ലിലേക്കായിരിക്കും ഗോവിന്ദചാമിയെ മാറ്റുക. 4.5 മീറ്ററിലധികം ഉയരത്തിലായിരിക്കും ആ സെല്ല്. അങ്ങനെ എത്ര വിരുദ്ധനാണെങ്കിലും ആ സെല്ല് ചാടിക്കടന്ന് പുറത്തു പോകാൻ
ആ ഒരു നിർമ്മാണം കൊണ്ട് തന്നെ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള പ്രത്യേകത. ഒരു സെല്ലിൽ ഒരാളെ പാർപ്പിക്കുന്നത് കൊണ്ട് തന്നെ അടുത്ത സെല്ലിലുള്ള ഒരാളെ നേരിട്ട് കാണാനോ സംസാരിക്കാനോ ആശയവിനിമയം നടത്താനോ കഴിയില്ല എന്നുള്ളതാണ് പ്രത്യേകത. 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റളവിലാണ് ഈ സെല്ലിന് പുറത്തുള്ള കോമ്പൗണ്ടിന് പുറത്തുള്ള മതിലുള്ളത്. ആ 700 മീറ്റർ ചുറ്റളവിലുള്ള 7 മീറ്റർ 10 മീറ്റർ 6 മീറ്റർ ഉയരത്തിലുള്ള ഈ മതിലിന് മുകളിൽ 10 അടിയോളം ഉയരത്തിൽ വൈദ്യുതി ഫെൻസിംഗ് കൂടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും പുറത്ത് കടക്കുക അസാധ്യമാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. മതിലിന് പുറത്ത് 15 മീറ്റർ വീതം ഉയരമുള്ള 4 വാച്ച് ടവറുകളുണ്ട്. 24 മണിക്കൂറും സെല്ലുകളും ജയിലും നിരീക്ഷിക്കുന്ന ക്യാമറ സംവിധാനങ്ങളുണ്ട്, കൺട്രോൾ റൂമുകളുണ്ട് എന്നുള്ളതാണ് അതീവ സുരക്ഷാ ജയിലിൻ്റെ മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകത. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് തൃശ്ശൂർ വിയ്യൂർ ജയിൽ എന്ന് പറയുന്നത് 5-ലധികം ജയിലുകൾ കൂടിച്ചേരുന്ന ഒരു കോമ്പൗണ്ടാണ്. വലിയ സുരക്ഷ തന്നെയാണ് ഇവിടെയുള്ളത്. സബ് ജയിലുണ്ട്, ജില്ലാ ജയിലുണ്ട്, വനിതാ ജയിലുണ്ട്, സെൻട്രൽ ജയിലുണ്ട്, അതീവ സുരക്ഷാ ജയിലുണ്ട്. ഇങ്ങനെ 5 ജയിലുകൾ കൂടിച്ചേരുന്ന വിശാലമായൊരു ഏരിയ പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ ജയിലർമാരുടെയും ഒക്കെ നിരീക്ഷണത്തിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ ജയിലുകളുടെ സുരക്ഷാ ചുമതല നിർവഹിക്കുന്ന റിസർവ് ബറ്റാലിയന്റെ കൂടി മേൽനോട്ടത്തിലുള്ള നിരീക്ഷണങ്ങളായിരിക്കും ഈ ജയിലുകൾക്ക് ഒപ്പം ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും സുരക്ഷയുള്ള ജയിലായിട്ടാണ് അനുവിലേക്ക് കൂടി പോവുകയാണ്. അനു, വളരെ പ്രധാനപ്പെട്ട യോഗമാണ് ഇന്ന് മുഖ്യമന്ത്രി ഏതായാലും വിളിച്ചിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയെന്ന ഒരു രാഷ്ട്രീയമായി തന്നെ ആ പ്രചരണം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു പ്രതിപക്ഷം ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും എന്നാണ് മനസ്സിലാകുന്നത്? എപ്പോഴാണ് ഈ നിർണായകമായ യോഗം? ലക്ഷ്മി, ഇന്ന് 11 മണിക്കാണ് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ഇങ്ങനെ യോഗം നടക്കുന്നത്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് ആഭ്യന്തര സെക്രട്ടറി ബിശ്വാസ് സിൻഹ, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ, ജയിൽ മേധാവി ADGP ബൽറാം കുമാർ ഉപാധ്യായ, പിന്നെ ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർ. ഇങ്ങനെയാണ് ഇന്നത്തെ മീറ്റിംഗ് നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം ഒരു ഒറ്റപ്പെട്ട സംഭവം എന്നതിനപ്പുറത്തേക്ക് അതിഗൗരവകരമായ ജയിൽ വകുപ്പിൻ്റെ വീഴ്ചകളെയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കാരണം ഒരു കൊടും ക്രിമിനലിന് ഈ നമ്മുടെ സംസ്ഥാനത്തെ സെൻട്രൽ ജയിലിൽ നിന്നും ഒരു നിഷ്പ്രയാസം ചാടാൻ വേണ്ടി കഴിയും. ഏതാനും മാസത്തെ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഏതാനും ആളുകളുടെ ഒരു പദ്ധതിയുടെ ഭാഗമായി പുറത്തേക്ക് എത്താൻ കഴിയുമെന്നുള്ള വലിയ ഒരു വീഴ്ച നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടായതെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ആർക്കൊക്കെയാണ് വീഴ്ച പറ്റിയത്, കുറ്റക്കാർക്കെതിരെ എന്ത് നടപടിയെടുക്കും, മാത്രമല്ല ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ മീറ്റിംഗിൽ തീരുമാനിക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ജയിൽ വകുപ്പിൽ ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള കുറവുണ്ട് എന്നുള്ള ആക്ഷേപം ജയിൽ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. ഏകദേശം 70% ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ. 30%-ഓളം ഉദ്യോഗസ്ഥരുടെ കുറവ് സംസ്ഥാനത്തെ ജയിലുകളിലുണ്ട് എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഏതായിരുന്നാലും ഇന്നത്തെ മീറ്റിംഗിൽ ചർച്ചയ്ക്ക് വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇനി എന്തൊക്കെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ജയിലുകളിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും, ഈ തടവുകാരോടുള്ള സമീപനം അല്ലെങ്കിൽ അവരെ നിരീക്ഷിക്കാനുള്ള മറ്റ് സംവിധാനങ്ങൾ എന്ന് നടക്കുമുള്ള കാര്യങ്ങൾ ഏതൊക്കെ തരത്തിൽ വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ഈ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയും എന്നടക്കമുള്ള കാര്യങ്ങളും ഇന്നത്തെ മീറ്റിംഗിൽ ചർച്ചയ്ക്ക് വരുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ലക്ഷ്മി. വ്യാസാനുവാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും നിർണായകമാണ് ആ യോഗം. 11 മണിക്കാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ആ യോഗം. വിവിധ ഇടങ്ങളിൽ നിന്ന് നമ്മളുടെ റിപ്പോർട്ടർമാരാണ് വിശദാംശങ്ങൾ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.